ചെയ്താര താത്തേനന്തക തകതീനന്തക താരാതേനന്തക ചെയ്താര താത്തേനന്തക ചെയ്താര തകതീനന്തക ചെയ്താര താത്തേനന്തക തകതീനന്തക താരാതേനന്തക ചെയ്താര താരക പെണ്ണാളെ കതിരാടം മെഴിയാളെ തമ്പൂരാനെത്തിടും മുന്നേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ തകതക താത്തിനന്തക തെയ്താര. നമസ്കാരം, എൻ്റെ പേര് ഷാജി. മയ്യനാട് കൊല്ലം, മയ്യനാട് ധവളക്കുഴിയാണ് സ്വദേശം. ഇതെൻ്റെ ജോലിസ്ഥലമാണ്. ജോലിസ്ഥലത്ത് ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റാണ്, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ഞങ്ങൾ കുറച്ച് മുമ്പ് താഴെ നിന്നപ്പോഴാണ് ഞങ്ങൾ ഈ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മേളിലോട്ട് കയറി വരുന്നത്. കയറി വന്നപ്പോഴാണ് നിങ്ങൾ ഈ പണിക്കാരിലൂടെ നിന്നിങ്ങനെ പാടുന്നത് ഞങ്ങൾ കണ്ടത്. ഇതിപ്പം ചേട്ടൻ ഈ നാടൻ പാട്ട് ഇങ്ങനെ ട്രൂപ്പിലൊക്കെ പാടാൻ പോകുന്നതാണോ? നാടൻ പാട്ട് ഒരു 15 വർഷമായിട്ട് ഞാൻ പാടാറുണ്ട്. പിന്നെ നാടൻ പാട്ട് സിനിമാ പാട്ടൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഒരു നാടൻ പാട്ടിലോട്ട് തിരിഞ്ഞു. എത്ര വർഷം കൊണ്ട് ഈ പാട്ട് മേഖലയിലോട്ട്? ഒരു 15 വർഷമായിട്ടുണ്ട്. ഇത് മറ്റുള്ള ഇതുവരെ ഇത്ര നാളായിട്ട് മറ്റുള്ള ഈ ട്രൂപ്പിലോ കാര്യങ്ങളിലൊക്കെ ഒന്ന് പോവാതിരുന്ന എന്തായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഓണത്തിനും ഉത്സവത്തിനൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാറില്ല. എല്ലാവരും ഈ പറഞ്ഞനക്ക് എല്ലാവരും എനിക്കറിയാം. കേരളത്തിൽ നാടൻ പാട്ട് ചെയ്യുന്ന എല്ലാവരും എനിക്ക് കണക്ഷനുണ്ട്. പക്ഷെ ഞാൻ ഒന്നിനോടും തിരിഞ്ഞ് പോയിട്ടില്ല ഇതുവരെ. എൻ്റെ ഇത് മൊത്തത്തിൽ എൻ്റെ വർക്കാണിത്. എൻ്റെ കോൺട്രാക്ട് വർക്കാണിത്. അതെ. പാട്ട് നമ്മളെ ജീവനാടി. ഇത് പാട്ടാണ്, 24 hours പാട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരോടും വഴക്കവും മക്കളും കൂടാൻ പോകാതെ മദ്യപിച്ചാലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും പാട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും. അതെ അതെ. എല്ലാവരും നമ്മളെ കൂട്ടം നിൽക്കുന്ന നമ്മളെ മരുമക്കളെല്ലാവരും ആഗ്രഹിക്കുന്ന വെച്ചാൽ പാട്ട് എപ്പോഴും പറയും, പാട്. അത് എല്ലാവരും പാട്ടാണ് 24 hours ഇവിടെ. ഞാനും പാടും, എല്ലാവരും പാടും. പക്ഷെ ഞാൻ പാടുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ല, ബേസിക്കലി പഠിച്ചിട്ടൊന്നുമില്ല. ഏതെങ്കിലും ചേട്ടാ ബാക്കി നിൽക്കുന്നവരെ കൂട്ടം കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കൺട്രാക്ട് അത് നിങ്ങളുടെ കൺട്രാക്ടിന്റെ പാട്ടൊക്കെ പാടിയാണ് ഇവിടെ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പാടും. ആണോ? ഒരു ബോറടി ഒന്നും ഇല്ലല്ലേ? പുള്ളി എങ്ങനെ സൈറ്റിൽ എപ്പോഴും ഇത് തന്നെയാണോ? പരിപാടി തന്നെ, പാട്ടും മേളവും തന്നെ. നിങ്ങൾ പല സ്ഥലത്ത് പല കൺട്രാക്റ്റിലൂടെ ഒക്കെ പണിക്ക് പോയിട്ടുണ്ടല്ലോ. കൺട്രാക്ടർമാർക്ക് പണി മാത്രം ചെയ്താൽ മതി ഇല്ലേ? ഇത് നിങ്ങളുടെ ഒരു സൂപ്പർ കൺട്രാക്ട് ആണല്ലോ. നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാ? നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട് ആസ്വദിക്കുന്ന പാട്ട് ഏതാ? അപ്പൊ പണിക്കാർക്ക് വേണ്ടി എന്നും ഒരു പാടുന്നൊരു പാട്ട് കേട്ടൊന്ന് പാടോ? രണ്ടുപേരും മോൻ പാടും, ഞാൻ പാടത്തില്ല. അല്ല അത് ചേട്ടന് പാടി കൊടുക്കാം. കൊച്ചനൊക്കെ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മളെ പാട്ടുകളാണ് ആഗ്രഹിക്കുന്നത്. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂടെ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. നിങ്ങൾ പറയാറില്ലേ, ഇപ്പൊ ബന്ധുക്കളാണല്ലോ, നിങ്ങൾ പറയാറില്ലേ വല്ല ട്രൂപ്പിലൊക്കെ പോകാനും? ചില ട്രൂപ്പിലൊക്കെ പാടുന്നുണ്ട്. ഈ ഒരുപാട് ബന്ധങ്ങളൊക്കെ കാണുമല്ലോ, അപ്പോഴും നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെയൊന്നും? അങ്ങനൊരു ഒരു സെഷൻ എടുത്തിട്ടില്ല. ഈ വർഷം 2 വർഷമായിട്ട് ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്തോ ഒരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തിക വീട്ടിൽ വൈഫ്, 2 മക്കള്. അവരൊക്കെ എങ്ങനെ ഫുൾ സപ്പോർട്ടാണോ? ഫുൾ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ശശാങ്കൻ എൻ്റെ അനിയനാണ്. ശശാങ്കൻ അനിയനും എല്ലാവരും ഞങ്ങളെല്ലാവരും കമ്പയർ ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ശശാങ്കൻ എൻ്റെ അനിയനാണ്. ശശാങ്കൻ്റെ ഏറ്റവും അനിയനും ഞങ്ങളെല്ലാം കൂടെ ആയിരുന്നു ഈ നാടൻപാട്ട് മേഖലയിൽ. എനിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് അയാൾ ഇതൊക്കെ വായിക്കുന്നത്, തകലൊക്കെ വായിക്കുന്നത്. ശശാങ്കൻ മണിച്ചേട്ടൻ ഇഷ്ടമാണ്. മണിച്ചേട്ടൻ ഇഷ്ടപ്പെടാറാ. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം. നേരിട്ട് കണ്ടിട്ടില്ല, ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മിസ്യൂസ് ചെയ്ത്. തീർച്ചയായിട്ടും.
മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. മടിച്ചേട്ടൻ്റെ തെക്കേ പറത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പം തൂക്കിടുന്നോപ്പേ. തെക്കേ പറത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പം നോവിടുന്നോപ്പേ.